രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വർഷത്തിലൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം. ഈ ഒരു കാര്യം നബി പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ 113 തവണ ഈ ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ മറ്റേ കാര്യമോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുക, സുന്നത്ത് ലഭിക്കുക? നിങ്ങൾ തന്നെ പറയും. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അതില്ലെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല, നമ്മൾക്ക് സംശയവുമില്ല. എന്നാൽ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഹറം മാസത്തിന്റെ ആദ്യ തുടക്കത്തിൽ തന്നെ നാം എഴുതി വെച്ചാൽ നമ്മൾക്ക് ബർക്കത്തുണ്ടാകും, കാവലുണ്ടാകും എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്കത് പ്രൊട്ടക്ഷൻ ആകുമോ, സുന്നത്താകുമോ? ഇനി നിങ്ങൾ ചിന്തിക്ക്, പറ എന്ന വെല്ലുവിളിയോടുകൂടിയാണ് കടന്നു വരുന്നത്. ഇവിടെ നമ്മൾ ആരും അള്ളാന്റെ റസൂല് പറഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല, ഖുർആനിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ സലഫികളാണ്, വഹാബികളാണ്, ഇവരെ പോലെയുള്ള ആളുകളാണ്. ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. നമ്മളെ സംബന്ധിച്ചോളം അള്ളാന്റെ റസൂലിൽ നമ്മൾക്ക് വിശ്വാസമുണ്ട്. മുൻകഴിഞ്ഞ ഇമാമിയങ്ങൾ ഈ വിഷയത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇമാം ദൈറബി റളിയല്ലാഹു തആല അൻഹു മുജറബാത്ത് എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിഷയം പറയുന്നത്. മുജറബാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അനുഭവ സിദ്ധമായ കാര്യം. 113 തവണ എഴുതാൻ പറഞ്ഞത് എന്താണ്? പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുണ്ട്. 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്ത് തുടക്കത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ശ്രദ്ധിക്കണം. എന്നാൽ 114 തവണ പറയുന്നുണ്ടല്ലോ ഉസ്താദെ എന്ന് ചോദിക്കുന്നവരോട്, ശരിയാണ്, സൂറത്തുൻ നംലിലെ 30-ാമത്തെ ആയത്തിലൂടെ ഒരു ബിസ്മിയും കൂടെ കൊണ്ടുവരുമ്പോൾ 114 ബിസ്മിയാകും. പക്ഷെ ഇവിടെ മഹത്തുക്കൾ ആധാരമാക്കിയത് തുടക്കത്തിൽ വരുന്ന ബിസ്മിയെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലാതെ അതിന്റെ ഉള്ളിൽ വരുന്നതിനെ ഇവിടെ എടുത്തിട്ടില്ല. ഉള്ളിൽ വരുമ്പോഴാണ് 114 തികയുന്നത്. ഷർവാനി ഇമാം ഈ സംഭവം ഉദ്ധരിക്കുന്നത് മാലിക്കി പണ്ഡിതനായ ഷേഖ് അലിയുൽ ലജ്ഹൂരി അവിടുത്തെ ഫത്വകൾ രേഖപ്പെടുത്തുന്ന സഹറാത്തുൽ വർദിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് 113 തവണ എഴുതി വെച്ച് അനുഭവം ലഭിച്ചു എന്നുള്ള ആ ഫലം മുൻനിർത്തിക്കൊണ്ടാണ് ഷർവാനി ഇമാമ് ആശിയത്തു ഷർവാനിയിൽ ഈ വിഷയം കൊണ്ടുവരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിൽ ജനിച്ച് മസ്ജിദുൽ ഹറാമിൽ ദീർഘകാലം അധ്യാപനം നടത്തിയ വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഖുദുസ് മക്കി എന്ന് പറയുന്ന പണ്ഡിതൻ. അവിടുത്തെ രചനയാകുന്ന കൻസുൻ നജാഹി വസ്സുറൂറിലും ഈ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്, മഹത്വത്തെക്കുറിച്ച്. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ ഈ വിഷയം ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് പറഞ്ഞ് ചെയ്യണ്ട. ഖുർആനിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ല, മറിച്ച് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തല്ലേ ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയം എടുത്തുകൊണ്ട് 113 തവണ എഴുതി വെച്ച് ബർക്കത്ത് ലഭിച്ചു എന്ന അനുഭവ സാഫല്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണെന്നോ ഒന്നും നമ്മളാരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ആ വിരളമായ അറിവ് കൊണ്ട് ഇവിടെ വിവരിച്ചപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാവാം. ആ തെറ്റിദ്ധാരണയെ ഞാൻ തിരുത്തുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.